ഹലോ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്വസനവും വിസർജനവും എന്ന പാഠത്തിലെ ഒരു രണ്ടാമത്തെ, അതായത് വിസർജനം എന്ന പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ ഭാഗത്തിൽ യൂറിയ നിർമ്മാണമാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത്. നമുക്കറിയാം യൂറിയ എന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണല്ലേ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നമ്മൾ ഉറപ്പായിട്ടും അതിനെ പുറത്തേക്ക് കളയും. അപ്പോൾ യൂറിയയെ നമ്മൾ യൂറിൻ എന്ന രൂപത്തിലാണ് പുറത്ത് കളയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ യൂറിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, അതായത് യൂറിയ നിർമ്മാണം എന്താണെന്നാണ് വളരെ സിമ്പിളായിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് നോക്കാം. യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ എന്നതിന് ഉത്തരം ഇവിടെ തന്നെയുണ്ട്. കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. ഞാൻ എന്തിനാ ഇത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ എന്നൊരു ചോദ്യം PSC പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടെയാണ്. അപ്പോൾ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കരളിലാണ്. യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്? അപ്പോൾ ഏത് പോഷക ഘടകത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ് യൂറിയ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ്. പ്രോട്ടീൻ മെറ്റബോളിസം. അപ്പം ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം, എന്താണ് മെറ്റബോളിസം എന്നതല്ലേ. എന്താണ് മെറ്റബോളിസം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മലയാളം ടേം, മെറ്റബോളിസം എന്നതിൻ്റെ ഒരു മലയാളം പദം ഉപാപചയം എന്നാണ് കേട്ടോ. ഉപാപചയം, ഇത് പലരും കേട്ട് കാണും. നോക്കൂ, ഉപാപചയം എന്നത് ഉപചയം എന്ന ഒരു പ്രക്രിയയും അപചയം എന്ന രണ്ടാമത്തൊരു പ്രക്രിയയും കൂടി ചേരുന്നതാണ് ഈ ഉപാപചയം അഥവാ മെറ്റബോളിസം. ഇംഗ്ലീഷിലാണെങ്കിൽ മെറ്റബോളിസം, അത് മെറ്റബോളിസം. ഇത് രണ്ട് പ്രോസസ്സ് ചേർന്നതാണ് കാറ്റബോളിസവും ആനബോളിസം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപചയം എന്നാൽ വിഘടനം എന്നാണ് അർത്ഥം. ഉപചയം എന്നാൽ വിഘടനം, അപചയം എന്നാൽ നിർമ്മാണം. അപ്പോൾ ഉപാപചയ പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയോ വിഘടിക്കുന്നു ആൻഡ് എന്തൊക്കെയോ നിർമ്മിക്കപ്പെടുന്നു അല്ലേ. അപ്പോൾ പ്രോട്ടീൻ്റെ മെറ്റബോളിസം എന്നാൽ പ്രോട്ടീൻ വിഘടിച്ച് അതിൽ നിന്നും ഊർജം നിർമ്മിക്കപ്പെടുന്നു. ഓക്കെ, പ്രോട്ടീൻ വിഘടിച്ച് ധാരാളം കോമ്പോണൻസ് ഉണ്ടാകുന്നുണ്ട്, ധാരാളം ഘടകങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജ രൂപങ്ങളാണ്. ഇതാണ് ഒരു മെറ്റബോളിസം. ഇതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഉണ്ട്, ഫാറ്റ് മെറ്റബോളിസം ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ യൂറിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി വയ്ക്കുക. യൂറിയ നിർമ്മാണത്തിൽ ആദ്യമായിട്ട് പഠിക്കേണ്ടത് നമ്മൾ പ്രോട്ടീൻ മെറ്റബോളിസം എന്ന പ്രക്രിയയുടെ ഫലമായിട്ടാണ് യൂറിയ ഉണ്ടാകുന്നത് എന്ന് പഠിക്കണം. അപ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസം, ഈ പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്നത് കോശങ്ങളിലാണ്. നമ്മുടെ ശരീരകോശങ്ങളിൽ വെച്ചാണ് പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? അമോണിയയാണ്, ഡയറക്റ്റ് യൂറിയ അല്ല, അമോണിയയാണ് ഉണ്ടാകുന്നത്. കോശത്തിൽ വെച്ച് പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്നു, ഇതിൻ്റെ ഫലമായിട്ട് അമോണിയ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ അമോണിയ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒന്നാണ്. നമുക്കിത് ആവശ്യമില്ല, ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു വിഷപദാർത്ഥമാണ് അമോണിയ എന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കതിനെ കളയണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ അമോണിയ അത് എന്താണ് ചെയ്യുന്നത്? എപ്പോഴും എന്തൊരു പദാർത്ഥവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നേരെ രക്തത്തിലേക്കാണ് പോകുന്നത് അല്ലേ. ഈ രക്തത്തിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമെല്ലാം ഉണ്ട്. ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ഉണ്ടാകുന്നു. ഈ യൂറിയ എന്താണ്? വൃക്കയിലേക്ക് എത്തുന്നു. യൂറിയ വൃക്കയിലേക്ക് എത്തുകയും വൃക്ക ആ രക്തത്തിൽ നിന്നും യൂറിയയെ അരിച്ചു മാറ്റി എന്തുണ്ടാക്കുന്നു? യൂറിൻ അഥവാ മൂത്രം എന്ന ഈ ഒരു വിസർജന വസ്തു നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ശരീരത്തിലെ യൂറിൻ ഫോർമേഷൻ, അല്ലെങ്കിൽ യൂറിയയുടെ നിർമ്മാണം. ആ യൂറിയയിൽ നിന്നാണ് നമ്മുടെ വിസർജന വസ്തുവായിട്ടുള്ള യൂറിൻ ഉണ്ടാകുന്നത്.
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ് യൂറിയ ഉണ്ടാകുന്നത്. ഒരു ക്വസ്റ്റ്യനാണ് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ യൂറിയ ഉണ്ടാകുന്നത് ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് കരളിലാണ്. ഇത് ഏതാണ് അവയവം? കരളാണ് കേട്ടോ. കരളിൽ വെച്ചാണ് യൂറിയ ഉണ്ടാകുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വൃക്കയിൽ നിന്നാണല്ലോ ഈ ഒരു വിസർജന വസ്തു ആയിട്ടുള്ള യൂറിൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് പറയാം മനുഷ്യ ശരീരത്തിലെ മനുഷ്യരുടെ വിസർജന അവയവം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വൃക്ക എന്നതാണ്. ഇപ്പോൾ വൃക്ക എന്താ ചെയ്യുന്നത്? ജലവും ലവണങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. കരൾ അടുത്തൊരു വിസർജന അവയവമാണ്. എങ്ങനെയാണ്? യൂറിയ നിർമ്മിക്കുന്നത് കരളാണല്ലോ. യൂറിയ നമുക്ക് ആവശ്യമില്ലാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ കരൾ ഒരു വിസർജന അവയവമാണ്, യൂറിയ നിർമ്മിക്കുന്നു. ഇനി ത്വക്കിനെ നമുക്കൊരു വിസർജന അവയവമാണെന്ന് പറയാം. കാരണം ത്വക്ക് നമ്മുടെ ശരീരത്തിലെ എക്സസ് വാട്ടർ അഥവാ അധികമുള്ള ജലാംശത്തെ പുറത്തു കളയുന്നു. എങ്ങനെയാണ്? വിയർപ്പിൻ്റെ രൂപത്തിൽ പുറത്തു കളയുന്നു. ശ്വാസകോശവും ഒരു വിസർജനാവയവമാണെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? വിസർജനാവയവം എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളുന്ന അവയവമാണല്ലേ. ശ്വാസകോശം എന്തിനാണ് കളയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ഉച്ഛ്വാസവായുവിലൂടെ പുറന്തള്ളുന്നത് ശ്വാസകോശമാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു വിസർജനാവയവമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇനി വരുന്നത് വലിയൊരു പോർഷനാണ്, നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറാണ്. അത് നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് യൂറിയ നിർമ്മാണം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതൊന്ന് ക്ലിയറാക്കി വെക്കുക. പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ് യൂറിയ ഉണ്ടാകുന്നത്. കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. അമോണിയയാണ് യൂറിയ ആയിട്ട് മാറുന്നത്. യൂറിയ ജലവുമായി ചേർന്ന് അത് രക്തത്തിലൂടെ കിഡ്നിയിലെത്തും. കിഡ്നി ആ രക്തത്തിൽ നിന്നും യൂറിയയെ അരിച്ചു മാറ്റി കുറച്ച് ജലമൊക്കെ അതിൽ ചേർത്ത് യൂറിൻ എന്ന ഫോമിൽ അത് പുറത്തേക്ക് തള്ളപ്പെടുന്നു അല്ലെങ്കിൽ വിസർജിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് പഠിച്ചത്. പിന്നെ കുറച്ച് വിസർജന അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലേ, വൃക്ക, കരൾ, ത്വക്ക്, ശ്വാസകോശം, ഓരോന്നും ഉണ്ടാക്കുന്ന വിസർജന വസ്തു എന്താണെന്നും നമ്മൾ നോക്കി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, so thank you.